അത് ഓരോന്നായി പൊട്ടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. ഈ രണ്ടാമത്തെ മുട്ട ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യും. ഈ മുട്ട നന്നായി അടിച്ച ശേഷം ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് ഈ ഇടഞ്ഞു വെച്ച മൈദ, ബേക്കിംഗ് പൗഡറും കൂടി ഇടഞ്ഞു വെച്ച ഈ മൈദ കുറേശ്ശെ ഇതിൽ ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ബ്രെഡ് ക്രംസ് 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചുക്കുപൊടി, ഇത് 1.5 ടീസ്പൂൺ ചേർക്കും. 2 ടേബിൾ സ്പൂൺ പാല്. ഈ പാല് കൂട്ടി നന്നായി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിലിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനി ഒരു സ്റ്റീമറിൽ വെച്ച് 20 മിനിറ്റ് നമുക്ക് ആവി കയറ്റി ഉപയോഗിക്കാം. അതിന് ഇതിലേക്ക് ഒഴിക്കുന്ന സ്റ്റീമറിൽ വെക്കുന്ന സമയത്ത് ഒന്ന് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് വേണം ഇത് ഒഴിക്കാൻ. അതിനുശേഷം അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായി മൂടി അതിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റീമറിൽ വെച്ച് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരല്പം നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി നെയ്യ് തടവിയ ശേഷം ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യാം. അതിന് മുൻപായി ഇതൊന്ന് കവർ ചെയ്യണം. അതിനു വേണ്ടി അലൂമിനിയം ഫോയിലെടുത്ത് നന്നായി കവർ ചെയ്യും. ഇനി ഒരു സ്റ്റീമറിലേക്ക് നമുക്ക് മാറ്റാം. ഒരു 20 മിനിറ്റ് ഇത് വേവാൻ സമയമെടുക്കും. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പുറത്തെടുത്ത് ചൂട് തണിഞ്ഞ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. 20 മിനിറ്റ് വേവിച്ച ജിഞ്ചർ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം മാത്രമേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇതിനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഈസ്റ്റേൺ കറി പൗഡർ പെൺമേയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്നത്തെ എപ്പിസോഡ്